ചെലവഴിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. പഠിക്കുന്ന വിഷയവും കാശുണ്ടാക്കാനും വീടുണ്ടാക്കാനും നല്ല ഫാമിലി സെറ്റപ്പ് ഉണ്ടാക്കാനുമായിട്ടെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കണം എന്ന് നമുക്കറിയില്ല. പലപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസത്തിലുള്ളവരെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ട്, സമാധാനമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നെ പലതരത്തിൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും നല്ല കുടുംബം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, മക്കളുണ്ടാവും. പക്ഷെ എന്ത് നമ്മളിലില്ല? പലർക്കും ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുള്ള കാര്യമുണ്ട്. അതാണ് വീട്ടിൽ നോക്കിയാൽ വൈകുന്നേരം ആകുമ്പോൾ ഭാര്യ ജോലിക്ക് പോയിട്ട് വരും, ഭർത്താവ് ജോലിക്ക് പോയിട്ട് വരും, മക്കൾ ട്യൂഷനെല്ലാം കഴിഞ്ഞ് വരും. ഇത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരിരിക്കുന്നില്ല. ഒരാൾ കിച്ചണിൽ പോകും, മറ്റൊരാൾ മൊബൈൽ എടുത്തുകൊണ്ട് പോകും, കുട്ടി വളർച്ചയിൽ മൊബൈൽ കഴിച്ചുകൊണ്ടിരിക്കും. എവിടെയും എല്ലാവരുടെ കയ്യിലും എന്താ ഉള്ളത്? എൻ്റെ കയ്യിലും മൊബൈലാണ്. എല്ലാവരും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എല്ലാവരുടെയും ആരാണ്? മൊബൈലാണ്. ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, പക്ഷെ മൊബൈൽ വേണ്ട. വഴിയിൽ ഭാര്യ മറന്ന് ഇട്ടിട്ട് പോയാൽ തിരിച്ചു പോയി വിളിക്കാൻ പോകില്ല. പക്ഷെ മൊബൈൽ എവിടെയെങ്കിലും മറന്ന് വെച്ചിട്ട് പോയാൽ ഉടനെ ഓടിപ്പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൊബൈൽ. കാരണം അവർ സ്നേഹിക്കുന്നതാണ്. പണ്ട് ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കും, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കും അല്ലേ? പക്ഷെ ഇപ്പം എന്തായാലും തിരിഞ്ഞു നോക്കും. ഒരു പത്രം വാങ്ങിച്ചത് 4 കയറി 4 പേര് വായിച്ചുകൊണ്ടിരിക്കും പണ്ട്. പക്ഷെ ഇപ്പം ആരെയും തിരിഞ്ഞു നോക്കില്ല. എല്ലാവരും ഇങ്ങനെ മൊബൈൽ മാത്രം. ഫുള്ളി മൊബൈലാണ് അവരുടെ ജീവിതം, വേറെ ഒന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവരെന്തൊക്കെയോ മറക്കുന്നുണ്ട്. അവർ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് വെച്ചിരിക്കുന്ന മാർഗമാണിത്. മണിക്കൂറുകളോളം അവരുടെ സമയം അങ്ങനെ ഇല്ലാതായി. എന്തെങ്കിലും റീൽസ് എല്ലാം കണ്ടിട്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ് കണ്ടിട്ട് അവരുടെ സമാധാനം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഇതെല്ലാം നോക്കിയിട്ട് അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നും ഇല്ല. ഇപ്പോൾ തലവേദനയും കൂടെ ആയിരിക്കും. കണ്ണ് വേദനയ്ക്ക് രാത്രി 1 മണിക്ക് 2 മണിക്കാണ് ആൾക്കാർ പറയുന്നത്. അതാണ് അവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം എന്താണ്? ജീവിതം എന്തിനുള്ളതാണ്? നമ്മൾ ഭൗതിക ലോകത്തിന് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് പ്രയാസങ്ങൾ വരുന്നു ജീവിതത്തിൽ? ഇതൊന്നും പലപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിലും അതിൻ്റെ മാർഗം നമ്മൾ അന്വേഷിക്കാറില്ല. കാരണം ഭൗതിക ലോകത്തിനെ പറയുന്നത് ദുഃഖാലയം എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മളൊരു വീടുണ്ടാക്കിയ വീടിന് എന്ത് പേര്? ദുഃഖാലയം എന്ന് പേരുള്ളൂ, ഇതില്ല. പക്ഷെ ഭഗവാൻ ഈ ലോകത്തിന് എന്താ പേരിട്ടത്? ദുഃഖാലയം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ദുഃഖങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് അന്വേഷിക്കുന്നു? സുഖം അന്വേഷിക്കണം. കിട്ടുമോ? എന്തൊക്കെ കിട്ടിയിരുന്നാലും അതിനോടൊപ്പം നമുക്ക് എന്തുണ്ട്? ദുഃഖം. അതിന് കാരണം പറയുന്നു, ആ ദുഃഖം ഉണ്ടാകാനുള്ള കാരണം പറയുന്നു, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാണ് ദർശനം. അപ്പോൾ ഈ ഭൗതിക ലോകം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജന്മം. എല്ലാവരും ജനിക്കുന്നത്, ജന്മമുണ്ട് ഇവിടെ. ജന്മം, മൃത്യു, മരണമുണ്ട്. ജന്മം, ജര, വയസ്സാണ്, വ്യാധി, അസുഖമുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെ ദുഃഖമാകും? ജനിക്കുന്നത് ദുഃഖമാണ്. ഏതെങ്കിലും കുട്ടി ജനിച്ചാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കരയുമോ? കരയില്ല. എല്ലാവരും എന്ത് ചെയ്യും? ചോക്ലേറ്റ് കൊടുക്കും. അപ്പോൾ അത് കുട്ടി ജനിച്ചു, ഭയങ്കര സന്തോഷമായിട്ട് പറയും. പക്ഷെ 2 പേരും കരയും. ആര് കരയും? അമ്മയും കരയും, കുഞ്ഞും കരയും. ഏതെങ്കിലും കുഞ്ഞ് ചിരിച്ചിട്ട് ജനിച്ചതായിട്ട് അറിയുമോ? ഇല്ല. എല്ലാ കുട്ടികളും വേദനിച്ചിട്ടാണ് ജനിക്കുന്നത്. അതേപോലെ ഏതെങ്കിലും അമ്മ ചിരിച്ചിട്ട് പ്രസവിച്ചതായിട്ട് അറിയുമോ? ഒരു മരണവേദന, മരണം ഇങ്ങനെ അടുത്ത് വന്നിട്ട് പോകും. അങ്ങനെ ഒരു വേദന അനുഭവിക്കും. അപ്പോൾ ഇതാണ് ഭൗതിക ലോകം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഈ ജനനം നമ്മൾ സന്തോഷിക്കണമെങ്കിൽ ഭൂമിയിൽ വന്ന് ജനിച്ചപ്പോൾ ആ ജീവാത്മാവ് വിഷമിച്ചു, ദുഃഖിച്ചു, വേദനിച്ചു. അപ്പോൾ ജന്മം അതൊരു വിഷമമാണ്. മൃത്യു
അത് നമുക്കറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ട് പോയാൽ നമുക്ക് തീർച്ചയായും ഇത് തന്നെയാണ് അത് വിഷമം. ജന്മം, ജര, വയസ്സായാൽ ആരെങ്കിലും സന്തോഷിക്കുമോ? വയസ്സായാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല, പിന്നെ കാലം നീട്ടിയിരിക്കണം, ഈ ചെയർ ശരിയില്ല എന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ? കാരണം നമുക്ക് ചെറുപ്പമായിട്ടിരുന്നാൽ കഴിച്ച് നടക്കാം, ഇപ്പം അതൊന്നും നടക്കുന്നില്ല. നമ്മുടെ യൗവനമൊക്കെ നഷ്ടപ്പെടും. ജര എന്ന് പറയുന്നത് പ്രശ്നമാണ്, വ്യാധി. ആരെങ്കിലും പറയുമോ എനിക്ക് ക്യാൻസറിൻ്റെ അസുഖമൊന്നുമില്ല, ചോക്ലേറ്റ് കഴിക്കും, അത് പറഞ്ഞാൽ കൊടുക്കുമോ? കൊടുക്കില്ല. എന്തുകൊണ്ട്? സുഖമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഈ 4 വിഷയങ്ങൾ ഉണ്ടാകും: ജന്മമൃത്യു, ജരാവ്യാധി, ദുഃഖദോഷാന പ്രശ്നം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ദുഃഖം. ഇതിനാർക്കെങ്കിലും മാറ്റിത്തരാൻ സാധിക്കുമോ? ഒരു സയന്റിസ്റ്റ് വന്നിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചു, ഇനി മുതൽ ജന്മമില്ല, ഇനി മുതൽ മരണമില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇനി കണ്ടുപിടിക്കുമോ? കണ്ടുപിടിക്കും. പക്ഷെ പറയുന്നത് മരണമില്ലാത്ത അവസ്ഥ, അസുഖമില്ലാത്ത അവസ്ഥ. എന്തുണ്ടാക്കിയാൽ അടുത്ത വൈറസ് ഇറങ്ങി ചെയ്തേക്കും, അത് എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അസുഖങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കും, എങ്ങനെ സന്തോഷം കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത്, ആ സമാധാനം കിട്ടണമെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. കൃഷ്ണനാമത്തിൽ മാത്രമേ നമുക്ക് സമാധാനം. ഇപ്പോൾ ഇവിടെ കീർത്തനം തുടങ്ങിയപ്പോൾ എത്ര പേർക്ക് സന്തോഷം കിട്ടിയില്ല? കിട്ടാത്തവർ മാത്രം കഴിയുക. ശരി, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു കീർത്തനം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? കുറച്ച് നേരം നമ്മുടെ വീട്ടിലെ കാര്യം മറന്നു, എല്ലാ കാര്യങ്ങളും മറന്നിട്ട് നമ്മളറിയാതെ നമ്മൾ ഹരിനാമം ജപിച്ചു. അപ്പോൾ ഹരിനാമത്തിന് അത്രയും പവറുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മാലിന്യമെല്ലാം ഇല്ലാതെ ശൃണ്വതാം സ്വഹതകൃഷ്ണ പുണ്യശ്രവണ കീർത്തനം ഹൃദയന്തസ്തോഹി അഭദ്രാണി വിഘ്നോതി സുഖിത്സഹ. ശൃണ്വതാം ഭഗവാന്റെ നാമം, ഭഗവാന്റെ കഥകൾ. ശൃണ്വതാം സ്വകഥ, കൃഷ്ണ കൃഷ്ണ അങ്ങയുടെ സ്വന്തം കഥ, അങ്ങയുടെ തിരുനാമം ജപിച്ചാൽ പുണ്യശ്രവണ കീർത്തനമാണ്. അത് കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. ഹൃദയന്തസ്തോഹി അഭദ്രാണി, ഹൃദയത്തിലുള്ള എല്ലാ അപകടങ്ങളും ഇല്ലാതെ, എല്ലാ മാലിന്യങ്ങളും ഹൃദയത്തിൽ നിന്ന് അത് ഇല്ലാതായി. അപ്പൊ ആ നാമം കേൾക്കണോ വേണ്ടയോ? ആ നാമം അപ്പൊ പറയുന്നത് ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവല കലവ് നാസ്തേവ നാസ്തേവ കത്തിലില്ല. കലിയുഗത്തില് വേറെ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഹരേ നാമ, ഹരിയുടെ നാമ, ഹരേ നാമ, ഹരേ നാമ. എന്തിനാ 3 പ്രാവശ്യം പറഞ്ഞില്ല? ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം. കേവലം നമ്മൾ ഒന്നും ചെയ്യണ്ട, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, സമാധാനം കിട്ടാം. കേവലം ഹരിനാമം മാത്രം ജപിച്ചാൽ മതി. അപ്പൊ ഈ ഫെസിലിറ്റീസ് വേറെ ഒരു യുഗത്തിലും ഇല്ല. സത്യയുഗത്തിലെ പ്രഹ്ലാദ മഹാരാജന്റെ കാലഘട്ടത്തില് എന്ത് നാം ജപിച്ചിരുന്നു? ഓം നമോ നാരായണായ. ദുർവ മഹാരാജ് ഓം ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമെല്ലാം ജപിച്ചു. പക്ഷെ കലിയുഗത്തിൽ ഈ മന്ത്രത്തിനൊന്നും പ്രസക്തിയില്ല. കലിയുഗത്തിൽ ഏത് മന്ത്രത്തിനാണ് പ്രസക്തി? ഹരിനാമം. കാരണം ആ മന്ത്രത്തിൽ ഹരേ ഉണ്ട്, കൃഷ്ണ ഉണ്ട്, രാമ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നവനാണ്. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവാനുമായിട്ട് നമുക്കൊരു അടുപ്പമുണ്ടാവും. രാമ എന്ന് പറയുമ്പോൾ എല്ലാം സന്തോഷം പ്രദാനം ചെയ്യും. രാമനാമം ജപിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കിട്ടും? സന്തോഷം. അപ്പൊ ഈ ഹരേ എന്താണ് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ശക്തി. നമുക്ക് ഒരു നാമം ജപിക്കണമെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ജപിക്കാൻ സാധിക്കും. തീർച്ചയായും എന്ത് വേണം? നാമം ജപിക്കണമെങ്കിൽ ഒരു തപസ് ചെയ്യണമെങ്കിൽ ഹിരണ്യകശിപു ഗുരുവിന്റെ കൂടി തപസ്, അസുരനാണ് പക്ഷെ തപസ് ചെയ്തു. എത്ര വർഷം? 10,000 വർഷം തപസ്. അപ്പോ 10,000 വർഷം തപസ് ചെയ്യണമെങ്കിൽ സാധിക്കുമോ? എത്ര വർഷം ജീവിച്ചിരിക്കും നമ്മൾ? 100 വർഷം. അപ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെ 10,000 വർഷം തപസ് ചെയ്യുന്നു. കാരണം ഹിരണ്യകശിപു സത്യയുഗത്തിലാണ്. ആ യുഗത്തില് 1,00,000 വർഷം ജീവിച്ചിരിക്കും. അതിൽ കുറച്ച് സമയം മാത്രം ഹിരണ്യകശിപു തപസ്സിനെ. ഹിരണ്യകശിപു ദേവനല്ല,
മനുഷ്യൻ അസുരനാണ്. അസുരൻ പോലും സത്യയുഗത്തിൽ തപസ് ചെയ്യും. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നാൽ കലിയുഗത്തിൽ തപസ് ചെയ്യാനുള്ള ശക്തിയുമില്ല, സമാധാനവുമില്ല. 10 മിനിറ്റിന് കൂടുതൽ ഞാൻ സംസാരിച്ചാൽ ആ സമാധാനമില്ല, അല്ലേ? അപ്പോൾ കലിയുഗത്തിൽ അത്രയും ടോളറൻസ്, സഹിഷ്ണുത ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് സത്യയുഗത്തിലെ പോലെ നമ്മൾ തപസ് ചെയ്യാൻ പറഞ്ഞില്ല. കലിയുഗത്തിൽ ത്രേതായുഗത്തിലെ രാമചന്ദ്രമൂർത്തിയുടെ കാലഘട്ടത്തിൽ പോലെ യജ്ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞില്ല. രാമായണം വായിച്ചാൽ മുഴുവനും യജ്ഞം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. വിളിച്ചുകൊണ്ടുപോയി, അല്ലേ? വശിഷ്ഠമുനി യജ്ഞം ചെയ്തു, രാമചന്ദ്രമൂർത്തി യജ്ഞം ചെയ്തു, ഇതെല്ലാം നമുക്ക് കാണാം. ആ യുഗധർമ്മം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ കൂടെ സമാധാനം വിട്ട് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അടുത്ത യുഗം എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗം, കൃഷ്ണന്റെ കാലഘട്ടം. ആ കൃഷ്ണന്റെ കാലഘട്ടക്കാലം വിഗ്രഹാരാധന വരുന്നു. അതിന്റെ മുമ്പിൽ 2 യുഗത്തിൽ വിഗ്രഹം വെച്ചായിരുന്നു ആരാധിച്ചത്. കൃഷ്ണന്റെ ദ്വാപരയുഗത്തിലാണ് വിഗ്രഹാരാധന വരുന്നത്. കലിയുഗത്തിലെ വിഗ്രഹാരാധനയ്ക്ക് പ്രസക്തിയില്ല. കാരണം ആർക്കും മന്ത്രമറിയില്ല, തന്ത്രമറിയില്ല, ഒന്നും അറിയില്ല. അവരെല്ലാം പേരിന് മാത്രം ചെയ്യും. നല്ല ദ്രവ്യങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും കിട്ടില്ല. നെയ്യ് മേടിച്ചാൽ എന്ത് കാണും? തിരുപ്പതിയിൽ 2 വരെ പറ്റിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കേൾക്കണം, അല്ലേ? അത്രയും സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന അമ്പലത്തിൽ പോകും. അപ്പോൾ ഇതാണ് കലിയുഗത്തിൻ്റെ അവസ്ഥ. ഈ കലിയുഗത്തിൽ ഹരിനാമം വലിയൊരു വരപ്രസാദം, അല്ലേ? കലിയുഗത്തിൽ എന്താണ് നമുക്ക് വരപ്രസാദം? ഇതുപോലെ തപസ്സോ യജ്ഞമോ ഒന്നും നമ്മൾ ചെയ്യണ്ട. കലിയുഗത്തിൽ ഹരിനാമം മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയാണ്, കലേർദോഷം വിധേയരാജൻ അസ്ഥി ഏകോ മഹാഗുണ കീർത്തനാ ഏവ കൃഷ്ണ സംഘ പരം വിജയം. കലേർദോഷം, കലിയുഗത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ലതൊന്നും കാണില്ല. നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് 100 ദോഷങ്ങൾ കണ്ടുപിടിക്കും. 7 നല്ലത് നമ്മൾ പറയാൻ പറ്റും, ഇല്ലേ? നല്ലത് പറയാൻ വരില്ല പറയട്ടെ. അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ കലേർദോഷം വിധേയരാജൻ, രാജാവ് പരീക്ഷിത് മഹാരാജിന്റെ പറയാം, അസ്ഥി ഏകോ മഹാൻ ഗുണം, ഒരു മഹത്തായ ഗുണമുണ്ട് എന്ന് പറയാം കലിയുഗത്തിൽ. എന്താണ്? കീർത്തന ഏവ കൃഷ്ണസ്യ നിത്യസിംഹ പരം വിജയം. ഭഗവാന്റെ നാമകീർത്തനമാണ് പരമമായ വിജയത്തിന് ഉള്ള മാർഗം എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും മതി? സത്യയുഗത്തിൽ തപസ് ചെയ്താൽ എന്താണോ ബെനിഫിറ്റ് കിട്ടുമോ, ത്രേതായുഗത്തിൽ യജ്ഞം ചെയ്താൽ എന്ത് ബെനിഫിറ്റ് കിട്ടുമോ, അതേപോലെ ദ്വാപരയുഗത്തിൽ വിഗ്രഹാരാധനയിൽ കിട്ടുന്ന അതേ ബെനിഫിറ്റ് നമുക്ക് കലിയുഗത്തിൽ ഹരിനാമത്തിൽ സിമ്പിളാണ്, ഈസിയാണ്. വീട്ടിലിരുന്നുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരദമുനി വൈഷ്ണവനാണ്. വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ പരദുഃഖ ദുഃഖി, മറ്റുള്ളവൻ്റെ ദുഃഖം കണ്ട് ദുഃഖിക്കുന്ന വ്യക്തിയാണ് വൈഷ്ണവൻ, വിഷ്ണു ഭക്തന്മാർ. നമ്മളെല്ലാം നേരെ തിരിച്ചാണ്, പരദുഃഖ സുഖിയാണ്. മറ്റുള്ളവൻ്റെ ദുഃഖം കണ്ടൊരു സമാധാനം, എന്നെക്കാളാണ് കഷ്ടപ്പെട്ടത്. പക്ഷെ നാരദമുനി തിരിച്ചാണ്. ആരെങ്കിലും വിഷമിച്ചാൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. ഭഗവാനെ ഇവർക്ക് നല്ല ഗതി കൊടുക്കൂടെ, സത്യഗതി കൊടുക്കൂടെ എന്ന് ഭഗവാന്റെ അടുത്ത്. അപ്പോൾ നാരദമുനി എന്ത് ചെയ്തു? കലിയുഗത്തിൽ നാരദമുനി നോക്കുമ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടു. എന്തൊക്കെ കയ്യിലുണ്ട്, നമുക്ക് വീടുണ്ട്, പൈസയുണ്ട്, മക്കളുണ്ട്, വിദ്യാഭ്യാസം, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? അതില്ല. എത്ര പേർക്ക് ഉണ്ട് സമാധാനം? കൈകുട്ടിയിലും ഇല്ലാന്നാണ്. എത്ര പേർക്ക് ഇല്ല? അപ്പോൾ രണ്ടും ഇല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ശരിക്കും എല്ലാവർക്കും സമാധാനമില്ല. അത് പറഞ്ഞാലും പറഞ്ഞെങ്കിലും എനിക്കറിയാം. എന്തുകൊണ്ട്? സമാധാനം. പുറമെ ചിരിച്ചിരുന്നാലും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ 4 ദിവസം ചിരിക്കും, 3 ദിവസം കരയും. ചിലപ്പോൾ തിരിച്ചായിരിക്കും, 3 ദിവസം ചിരിക്കും, 4 ദിവസം കരയും. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും എന്തില്ല, കഴിയുമ്പോഴേ പ്രശ്നങ്ങളാണ്. അപ്പോൾ നാരദമുനി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും കഷ്ടപ്പെടുന്ന ഈ ജനങ്ങൾക്ക് എന്താണ് ഒരു നല്ല മാർഗം? അവർക്ക് സമാധാനവും സന്തോഷവും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ എന്ത് മാർഗം എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയും, ഇത് ഷോഡശക നാം കലി കൺവെൻഷൻ.
നത്തഹു പരതരൂപാസതയെ സർവവേദേഷു ദൃശ്യത്തെ. ഇതി ഷോഡശക മന്ത്രം, ഈ 16 വാക്കുള്ള മന്ത്രം കലി കൽമശനാശം, കലിയുഗത്തിലെ എല്ലാ കൽമശങ്ങളും ഇല്ലാതെയാക്കുന്നു. നത്തത് പരതരൂപാസതയെ സർവവേദേഷു ദൃശ്യത്തെ, ഞാൻ എല്ലാ വേദങ്ങളും ദൃശ്യത്തെ നോക്കി എന്നാണ് പറയുന്നത്. എല്ലാ വേദങ്ങളും നോക്കി ഇതല്ലാതെ ഒരു മാർഗമേ ഇല്ലാതെ. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ അനുഗ്രഹവും കിട്ടാനായിട്ട് അമ്പലത്തിൽ ഇറങ്ങി നടക്കണമെന്നില്ല, തപസ് ചെയ്യണം, യോഗ പഠിക്കണമെന്നില്ല, ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ചെയ്താൽ മതി. ഇത് ജപിക്കാൻ എത്ര സമയം എടുക്കും? 308 പ്രാവശ്യം ജപിക്കണം. 1 മണിക്കൂർ എടുക്കും. വെറും 10 മിനിറ്റ്. എത്ര മിനിറ്റ് ആകുന്നത്? 10 മിനിറ്റ്. 10 മിനിറ്റ് പോലും ആവില്ല. കറക്റ്റായിട്ട് ജപിച്ചാൽ 8 മിനിറ്റ് മാത്രമേ ആകൂ. ഈ 8 മിനിറ്റ് ഒരു വീട്ടിൽ ഡെയിലി ചെയ്താൽ ആ വീട്ടിൽ യജ്ഞം നടത്തിയാൽ ആ വീട്ടിൽ എല്ലാ ഐശ്വര്യവും, എല്ലാവരും ഒന്നിച്ചിരുന്ന് ജപിച്ചാൽ, സങ്കീർത്തനം ഒന്നിച്ചിരുന്ന് നാമം ജപിച്ചാൽ ആ വീട്ടിലെ എല്ലാ മക്കളും സംശയമേ. പക്ഷെ അത് ചെയ്തു നോക്കിയാൽ മതി. 10 ദിവസം ഡോക്ടർ മരുന്ന് തരും, 10 ദിവസം കഴിച്ചു നോക്ക് എന്നിട്ടൊന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ഗ്യാരണ്ടി പറയാം, 10 ദിവസം ഈ ഹരിനാമം വീട്ടിൽ ജപിച്ചു നോക്കും. ലോട്ടറി അടിക്കുന്ന ഗ്യാരണ്ടി പറയില്ല, പക്ഷെ എന്താണ് ഗ്യാരണ്ടി പറയുക? സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഹൃദയത്തിൽ ഇരുന്ന് എന്ത് കിട്ടും? നമുക്ക് സന്തോഷം കിട്ടും എന്നുള്ളത് സത്യമാണ്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം സ്വാമി ഭക്തിവേദാന്ത സ്വാമി ചൈതന്യ മഹാപ്രഭു ഭഗവാനായിട്ട് അവതരിച്ചപ്പോൾ ഈ മന്ത്രത്തിനെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് ആ മന്ത്രം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്ന 5500 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്തിവേദാന്ത സ്വാമി വന്നിട്ട് ലോകം മുഴുവൻ അത് വിതരണം ചെയ്യും. ഇന്ന് നമ്മൾ എത്ര പേർക്ക് അറിയുന്നറിയില്ല, നീഗ്രോ എന്ന മന്ത്രം ജപിച്ചു. കെനിയയിൽ പോയാൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയാൽ അവരെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ജാപ്പനീസ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. ഓസ്ട്രേലിയയിലുള്ളവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. അമേരിക്കയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. കാരണം ഇത് പരമസത്യമാണ്. കലിയുഗത്തിൽ ഈ ധർമ്മം ലോകം മുഴുവൻ വ്യാപിച്ചു. പക്ഷെ എന്താണ്? ഫോർച്ചുനേറ്റ് അല്ലാതെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആൾക്കാർ ജപിക്കുന്നില്ല. നമ്മളെല്ലാം ആ ധർമ്മം ഒന്ന് മാറ്റി വെച്ചു. പക്ഷെ അത് മാറ്റി വെച്ചാൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ്. പക്ഷെ അതിനെ മാത്രം കൂടെ ചേർത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒന്നെന്നുകൂടെ വരുന്ന സംഖ്യയെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈ വട്ടപൂജ്യത്തിലൂടെ ഒരു ഒന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ 10ന്റെ വാല്യൂ ഉണ്ടാകും. അതുപോലെ തീർച്ചയായും എല്ലാവരും ഹരിനാമം ജപിക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹരിനാമം ജപിക്കാം. ജപിക്കുമ്പോൾ ഒരു കണ്ടീഷൻ കൂടെ, വെറുതെ കൈയും കെട്ടി നാമം ജപിക്കരുത്. ജപിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൈ കൊട്ടിയിട്ട് ജപിക്കണം. പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, കുട്ടി ഗർഭത്തിനകത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ടാണ് കിടക്കും, അല്ലേ? ചുരുണ്ടല്ലേ കിടക്കും, വീട് കിടക്കും, ചുരുണ്ടാണ് കിടക്കും. അപ്പൊ ഈ ചുരുണ്ട് കിടക്കുമ്പോൾ ഇതിന്റെ കൈ ഇങ്ങനെ തലയ്ക്ക് വെച്ച്, അപ്പോൾ തലയിൽ ബ്രഹ്മാവ് വരച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തല വരാന്നുള്ളത്. അതിനെ ഓരോ കുട്ടികൾക്കും എഴുതിയിട്ടുണ്ട്. ഇന്ന് ഭൂമിയിലൊന്നും ചെയ്യും. പക്ഷെ ഈ കുട്ടി ചുരുണ്ട് കൈ ഇവിടെ വെച്ചതുകൊണ്ട് കയ്യിൽ തലവരയെല്ലാം വന്നു. തലയിലെ വരയെല്ലാം പേര് നോക്കി പറയാം. ശരിക്കും ഒരു കൈ നോക്കുന്ന വ്യക്തി, രേഖ നോക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് പറയാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നു, എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു, എന്ത് നടക്കും എന്നുള്ളത് പറയാൻ സാധിക്കും. ഈ ലൈൻ എന്നും അതുപോലെ ഉണ്ടാവില്ല. ജനിച്ചത് മുതൽ അവസാനം വരെ സെയിം ലൈൻ ആയിരിക്കില്ല, മാറിക്കൊണ്ടേ. നമ്മുടെ കർമ്മം അനുസരിച്ച് ഇതിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സത്യമാണ്. അപ്പോൾ ഇതിൽ നല്ല രേഖകളും ഉണ്ട്, ചീത്തയും. അപ്പോൾ നല്ലത് നമുക്ക് ആവശ്യം, ചീത്ത വേണം, കൊള്ളാത്ത രേഖകൾ നമുക്ക് വേണ്ട. അപ്പോൾ അതിനെ കളയണം. എങ്ങനെ കളയും? അപ്പോൾ അത് പറയുന്നുണ്ട്, ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ എല്ലാം മറന്നിട്ട് ഒരാൾ കൈവെട്ടി ജപിച്ചാൽ പാവപക്ഷികൾ അത് പറന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇങ്ങനെ കൈവെട്ടുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭജന എന്ന് പറഞ്ഞാൽ എല്ലാവരും പെണ്ണും ആണും എല്ലാം റോഡിൽ കിടന്ന് ഭഗവാന്റെ ഫ്രണ്ടിൽ ഒരു നാമമില്ലാതെ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇൻക്ലാബ് ചിന്താപരമാണ് നാമമില്ലാതെ റോഡിൽ കൂടി. പക്ഷെ എന്ത് പറയില്ല, നാമം ജപിക്കാൻ പറഞ്ഞ വലിയ വിഷമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് മാറ്റി വെച്ചിട്ട് ഭഗവാൻ നമ്മുടെ യജമാനനാണ്, നമ്മളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്, നമുക്ക് അനുഗ്രഹം തരുന്ന വ്യക്തിയാണ്. ഒരു നാമവും ഇല്ലാതെ ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കണം. ചിലപ്പോൾ നമുക്ക് കീർത്തനം ചെയ്യാം,
അപ്പോൾ എല്ലാവരും എല്ലാം നടന്നിട്ട് കുറച്ച് നേരം കൈനാമം തീർക്കണം വിജയിക്കും. ഹരേ കൃഷ്ണ. Thank you.